നമസ്കാരം. ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയുടേത് ആത്മഹത്യയെന്ന് ഫോറൻസിക് ഫലം. മരണത്തിൽ മറ്റ് അസ്വാഭാവികതകൾ ഇല്ലെന്നും ശരീരത്തിലെ മുറിപ്പാടുകൾക്ക് പഴക്കമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മൃതദേഹം നാളെ രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതും എന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുമുണ്ട്. മരണം നടന്ന 10 ദിവസം പൂർത്തിയാകുമ്പോഴാണ് അതുല്യയുടെ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവരുന്നത്. മരണം കൊലപാതകമാണ് എന്ന് സംശയമുണ്ട് എന്നും ഈ ക്രൂരതയിൽ ഭർത്താവ് സതീഷിന് പങ്കുണ്ടെന്നും കാണിച്ച് അതുല്യയുടെ സഹോദരി അഖില ഷാർജ പോലീസിന് പരാതിയും നൽകിയിരുന്നു. പരാതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളും ലഭിച്ച ദൃശ്യങ്ങളും ഫോൺ ചാറ്റുകളുമെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചു. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഫോറൻസിക് ഫലം ഇത്രയും ദിവസം നീണ്ടത് എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആത്മഹത്യയാണെന്ന റിപ്പോർട്ട് ലഭിച്ചതോടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളും ആരംഭിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് ഫോറൻസിക് ഫലം പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടുമില്ല. ചൊവ്വാഴ്ച ഉച്ചയോടെ ഇത്തരത്തിലുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കും. വൈകുന്നേരത്തോടെ എംബാമിംഗ് നടപടികളും പൂർത്തിയാക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ നാളെ രാത്രിയിൽ തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയും. അതുല്യയുടെ സഹോദരി അഖിലയാകും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതുല്യയുടെ പാസ്പോർട്ട്, എമിറേറ്റ്സ്, ID എന്നിവയെല്ലാം ഭർത്താവ് സതീഷ് പോലീസിൽ ഏൽപ്പിച്ചിട്ടുമുണ്ട്. മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം പോസ്റ്റ്മോർട്ടം നടത്തുമെന്നും ബന്ധുക്കൾ നേരത്തെ അറിയിച്ചിരുന്നു. ബുധനാഴ്ചയാകും ഇത്തരം നടപടികൾ ഉണ്ടാവുക എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരവും. ഈ മാസം 19-ന് പുലർച്ചെയാണ് ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ അതുല്യയെ കണ്ടെത്തുന്നത്. തലേ ദിവസം രാത്രിയിൽ ഭാര്യയുമായി വഴക്കിട്ട് പുറത്തുപോയെന്നും പുലർച്ചെ തിരിച്ചെത്തിയപ്പോൾ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എന്നുമായിരുന്നു ഭർത്താവ് സതീഷിന്റെ മൊഴി. സതീഷിനെതിരെ അതുല്യയുടെ മാതാപിതാക്കൾ കൊല്ലം പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്.